ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ടുണ്ട്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, തൊഴിലിനെ സംബന്ധിച്ചുള്ള നമ്മുടെ മനോഭാവം ഒരു കാര്യമാണ്. വൈറ്റ് കോളർ വർക്കേ ചെയ്യുള്ളൂ എന്ന് തന്നെ വാശിയുള്ള ചില ആളുകളുണ്ട്. ഏത് തൊഴിലും ചെയ്യാൻ തക്കൊണ്ട് മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസം നേടുന്ന നല്ലതാണ്, നമുക്ക് അറിവ് ലഭിക്കും, സംസ്കാരം ഉണ്ടാവും, എല്ലാം നല്ലതാണ്. പക്ഷേ നമുക്ക് ഏത് തൊഴിലും ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട സംഗതി. ഇപ്പം ഈ ജോലി എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കിയാൽ, ഈ ജോലി അത്ര എളുപ്പമാണോ? നമ്മൾ ഒരു മാനേജ്മെൻറ്റ് കീഴിലല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് പ്രഷർ എത്രത്തോളം നമ്മുടെ മേലുണ്ടായിരിക്കും ചിന്തിച്ച് നോക്കി. പലപ്പോഴും മാനേജറിൽ നിന്നുള്ള വഴക്ക് കേൾക്കേണ്ടി വരും. ജോലിയുടെ സമ്മർദ്ദങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾക്കൊരു അവധി കിട്ടണമെങ്കിൽ, ഒരു യാത്ര ചെയ്യണമെങ്കിൽ എല്ലാവരുടെ പെർമിഷനും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ നമ്മളെ മറ്റൊരാൾ അടിമയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അല്ലാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല സംഗതി. സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്താൻ കൊണ്ട് ശ്രമിക്കുക, അത് നല്ലതായിരിക്കല്ലേ? എത്രയോ യുവാക്കളാണ് അവരുടെ തൊഴിലുകൾ, ചില നല്ല തൊഴിലുകൾ രാജിവെച്ചിട്ട് അവർ സ്വന്തമായിട്ടുള്ള തൊഴിൽ ചെയ്ത് വലിയ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. പരിശ്രമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സംഗതിയും നമുക്ക് നേടിയെടുക്കാൻ തക്കണം കഴിയല്ലേ? മനസ്സ് വേണം, അതാണ്. അപ്പോൾ തൊഴിലിനെ സംബന്ധിച്ചുള്ള നമ്മുടെ മനോഭാവം മാറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല വിധത്തിൽ മുന്നോട്ട് പോകാൻ തക്കണം കഴിയും. അത് ചിന്തിച്ചു കഴിയും. അപ്പോൾ ജോലിക്കാർക്ക് മാത്രമേ ഡിമാൻഡുള്ളൂ, സർക്കാർ ജോലിക്കാർ, അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ ഇന്ന് യുവാക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് പുതുതായിട്ട് ആരംഭിക്കാൻ കഴിയുന്ന ചില സംരംഭങ്ങളെക്കുറിച്ചാണ്. വിശേഷിച്ച് യുവാക്കളൊക്കെ മോഡേൺ ലൈഫിനോട് വളരെയധികം താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലായിക്കട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, ഒരു പുതുമയായിട്ടുള്ള കാര്യം ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ യാദൃശ്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പോയി. അപ്പോൾ ഒരു ഷോപ്പ് കണ്ടുകൂടെ. അത് വലിയൊരു കോംപ്ലക്സാണ്. അതിൻ്റെ ഫ്രണ്ടിൽ അത് തുണിക്കടയാണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സംവിധാനമുണ്ട് വെളിയിലായിട്ട്. ഒരു യുവാവ് അവിടെ ഈ ഓയിൽ ഫ്രയർ, ഡീപ് ഫ്രയർ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഒരു കമ്പെ കുത്തി ഇങ്ങനെ സ്പ്രിങ് പോലെ ആക്കിയിട്ട് അത് എണ്ണയിൽ അത് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കും. പിള്ളേരൊന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കും. കൗതുകമാണ് ആ സംഗതി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു ഫ്രയർ, അപ്പം ഞാൻ ആദ്യമായിട്ട് അന്നേരം അത് കാണുന്ന ആ സാധനം. അപ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തപ്പോൾ അതിൻ്റെ ചെറിയ മെഷീൻ കിട്ടാനുണ്ട്. ഒരു 2400 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരെണ്ണം വാങ്ങിച്ചേർന്ന് പറഞ്ഞു, 2 ലിറ്റർ ഓയിൽ കൊള്ളുന്നു പറഞ്ഞു. അതിനകത്ത് പലതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതായത് റെഡിമെയ്ഡായിട്ടുള്ള നമ്മുടെ പല സാധനങ്ങൾ കിട്ടും. ഇപ്പം നഗറ്റ്സ്, അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലേറ്റ്, സോസേജ്, ഇങ്ങനെ പല സാധനങ്ങൾ റെഡിമെയ്ഡ് ഉണ്ട്. അതെല്ലാം മസാല എല്ലാം ചേർത്ത് എല്ലാം ഉപ്പെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഈ എയർ ഫ്രയർ കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണ്. അത് 150 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മളത് അതിൻ്റെ ഇടുക. എന്നിട്ട് അത് ഓയിൽ ആ ഡിഗ്രി ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫാണ്. അപ്പോൾ നമുക്കൊരു പച്ച ബൾബ് പൊളിയും. അന്നേരം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ സാധനം ഇടുക. ഒരു 4 മിനിറ്റ് കൊണ്ട് ഈ സാധനം ഫ്രൈ ആയി. അത് നമുക്ക് ആളുകൾക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ ഫ്രഷായിട്ട് ആളുകൾക്ക് തിന്നുകയും ചെയ്യാം. നല്ലൊരു ഐഡിയ ആണത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ അടുത്ത ടൗൺ ഉണ്ടെങ്കിൽ ആ ടൗണിലോ എങ്ങനെ. അപ്പോൾ ഇതൊന്നും വ്യാപകമായിട്ടുള്ള സംഗതി അല്ല. ഇതൊക്കെ നമുക്ക് മനസ്സുണ്ടെങ്കിലാണ് ചെയ്യാൻ കഴിയുന്ന സംഗതിയുള്ളൂ. പിന്നെ അനേക യുവാക്കൾ വേറെ തൊഴിൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ അല്പം മോഡിഫിക്കേഷൻ നടത്തിയിട്ട് അത് ചായ, കാപ്പി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തിരക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടുന്നു. അവിടുന്ന് അവർ വ്യാപാരം നടത്തുന്നു. അപ്പോൾ തറവാട കൊടുക്കേണ്ട, വീട് കറണ്ട് കാശ് കൊടുക്കേണ്ട, ഇങ്ങനെ ഒത്തിരി ലാഭങ്ങൾ ഇതിനകത്തുണ്ട്. അതൊന്നും സർക്കാർ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുമതിയുള്ള സംഗതിയാണ്. അപ്പോൾ ഈ വിധങ്ങൾ പലപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പോയി വർക്ക് പ്രഷറോ കാര്യങ്ങളോ കൂടാതെ സ്വന്തമായിട്ടുള്ള ജോലി തേടി നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കൊണ്ട് സാധിക്കും, അല്ലേ? ഒരു ദിവസം നിങ്ങളിപ്പോൾ പോയില്ലെങ്കിൽ ആരും നിങ്ങൾ ചോദിക്കാനില്ല. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ ജോലിക്കാരനാണെങ്കിൽ അവധി എടുക്കണമെങ്കിലോ ആ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ അനുവദിച്ചില്ലെങ്കിൽ അതങ്ങനെയായി. വർക്കിൻ്റെ പ്രഷർ വേറെ, അല്ലേ? നിങ്ങൾക്ക് ആപ്പടെ പ്രശ്നങ്ങളായിട്ട് മാറും. എങ്ങനെയാലും നമുക്ക് പൈസ കിട്ടിയാൽ പോരെ, അത് ചിന്തിച്ചു നോക്കി. അപ്പോൾ അങ്ങനെ യുവാക്കൾ മാറി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ടുണ്ടാകാൻ കഴിയും. എല്ലാവർക്കും സർക്കാർ ജോലി അല്ലെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയല്ല. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ മാറിയുള്ള ചിന്ത നല്ലതാണെന്നാണ് എനിക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ അന്ന് വാങ്ങിയ ആ ചെറിയ ഫ്രയർ നിങ്ങളെ കാണിക്കാം. അതിനകത്ത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അത് ആ സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അതിൻ്റെ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സുഹൃത്തുക്കളെ ഓയിൽ ഫ്രയർ. ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതുണ്ടോ, ഇത് കടയിൽ യൂസ് ചെയ്തതാണ്.
അപ്പോൾ ഇതിൽ ഇപ്പോൾ ചുവന്ന ലൈറ്റ് കിടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചുവന്ന ലൈറ്റ് കിടന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 180 ഡിഗ്രിയിലാണ്. അപ്പോൾ ഞാനത് വെച്ചിരിക്കുന്നത്, ഇത് നോക്കുക, 180 ഡിഗ്രിയിൽ. അപ്പോൾ ഈ 180 ഡിഗ്രി ചൂടായി കഴിയുമ്പോൾ ഈ ചുവന്ന ലൈറ്റ് തെളിഞ്ഞ് പച്ച ലൈറ്റ് തന്നെയാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ സാധനം ഇതിൻ്റെ അകത്ത് ഫ്രൈ ചെയ്യാൻ റെഡിയായി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഒരു വെസലാണ്, കണ്ടോ, ഇതുണ്ടോ, നെറ്റ് വെസൽ. ഇത് ഇങ്ങനെ ഇവിടെ ഇത് വെക്കാം. ഇവിടെ ഇപ്പോൾ ഓയിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധനം ഇട്ട് കൊടുക്കുക. ഈ പച്ച ലൈറ്റ് മാത്രമേ നമ്മൾ ചുമന്ന ലൈറ്റ് കെട്ട് കഴിയുമ്പോൾ അത് മുക്കി വെക്കുക. ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഗോൾഡൻ കളറിലേക്ക് വരും. എന്താ നമ്മൾ ഇടുന്ന സാധനമെങ്കിൽ അന്നേരം നമുക്കെടുത്ത് ആളുകൾക്ക് കൊടുക്കാം. വളരെ ഈസിയാണ്. അതാണ് പ്രത്യേക ടേസ്റ്റുമാണ്. നമ്മൾ ഇന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മെനക്കെടേണ്ട കാര്യമില്ല. ഇതെല്ലാം റെഡിമെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ്, ഏത് സാധനം വേണേലും. അപ്പോൾ ഞാൻ അതിൻ്റെ 1-2 സാധനങ്ങളെ പരിചയപ്പെടുത്താം ഇന്ന്. അപ്പോൾ അത് ആ സമയത്ത് ഇത് ചൂടാകട്ടെ, നമുക്ക് ആ സമയത്തും ഇതിൻ്റെ ഇതാണ് ചിക്കൻ നഗറ്റ്സ് എന്ന് പറയുന്നത് പേര്. അബാദ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണിത്. എറണാകുളത്ത് നിന്നാണ് ഇത് എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതിനകത്തെല്ലാം സാധനങ്ങൾ ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്, കോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഉപ്പ് സഹിതം ചേർത്ത് മസാല എല്ലാം ചേർത്ത് ഹാഫ് കുക്ക്ഡായിട്ട് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത് എണ്ണയിലേക്ക് ഇട്ടാൽ മതി. ഒരു 4 മിനിറ്റ് കൊണ്ട് സംഗതി റെഡിയാണ്, കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത്. അതുപോലെ തന്നെ ആ കമ്പനിയിൽ തന്നെ ഇത് വേറെ വെറൈറ്റിയാണ്. ഇതുണ്ടോ, ഇത് ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറയും, കട്ട്ലേറ്റ്. അതങ്ങനെ നമുക്ക് ലഭിക്കും. പിന്നെ ഇതിൻ്റെ വേറെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഞാൻ അതിന് ബാക്കി ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു സാധനങ്ങൾ. അപ്പോൾ ആളുകൾ ഓർഡർ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ വേറെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് നിങ്ങളുടെ സംഘങ്ങളിലൊക്കെ ഉണ്ട്. ഇത് വരുമ്പോൾ സോസേജ് ഉണ്ടോ, ചിക്കൻ സോസേജാണിത്. ചിക്കൻ അരച്ചതിനകത്ത് ചേർത്ത് മസാല എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് എണ്ണയിലിട്ട് 4 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെ നിങ്ങൾ എല്ലാ കാര്യവും കണ്ടിട്ടുണ്ട് ഉണ്ടോ. ഇത് ഇങ്ങനെ കൂട്ടി, ഇത് ഹാഫ് ബോയിൽഡാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അല്പം ഉപ്പും ചേർത്ത് ആവശ്യമുള്ളതെങ്കിൽ കുറച്ച് സ്പൈസി മസാല ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ അല്ലാതെ കൊടുത്താലും കുഴപ്പമില്ല ഉണ്ടോ. ഇങ്ങനെ കൊടുക്കാം. ഒരു ഗ്ലാസ് പെപ്സിയും ഈ ഫ്രഞ്ച് ഫ്രൈസും അല്പം സോസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 100-150 രൂപയ്ക്ക് വിൽക്കാമല്ലോ. അതൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചില ബിസിനസ്സുകൾ റൺ ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഏതായാലും നമുക്ക് 2 നഗറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇനി അതിൻ്റെ കാഴ്ചയിലേക്ക് വരാം. അപ്പോൾ 180 ഡിഗ്രിയിലേക്ക് പിന്നെ ഹീറ്റ് വന്നിട്ടുണ്ട്. കാരണം ചുമന്ന ലൈറ്റ് കിട്ടും, പച്ച ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ നഗറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ വെക്കുക. ഇതൊരു 4 മിനിറ്റ് തന്നെ വേണ്ട, അതിനിപ്പുറം തന്നെ റെഡിയായി വരും. ഒരു ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ആയിട്ട്. അപ്പോൾ നമ്മളതെടുത്ത് ആൾക്ക് ആവശ്യാനുസരണം കൊടുക്കുക. അപ്പോൾ സാധാരണയായിട്ട് ഞാനിത് കൊടുക്കാറുള്ളത് 1/4 കിലോ 165 രൂപയ്ക്കാണ് കൊടുക്കാറുള്ളത്. 1/4 കിലോ ഇതും സോസും കൂടെ കൂട്ടി കൊടുക്കും 165 രൂപയ്ക്ക്. അപ്പോൾ വരുന്നവർക്കും തൃപ്തിയാണ്. കാരണം ഇപ്പോൾ ഈ കഞ്ചി നമ്മൾക്കുള്ള ഒരു 13 പീസോളം അതിൻ്റെ അകത്ത് കാണും ഈ 1/4 കിലോ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പല കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റുള്ള കമ്പനികളുടെ നോക്കി ഇതുപോലെ ഒരു ചെറിയ ബിസിനസ് നിങ്ങൾക്ക് വൈകുന്നേരം തുടങ്ങിയാലും മതി. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കണമെന്നില്ല. ഉച്ച കഴിഞ്ഞുള്ള കൗണ്ടറായിട്ട് തുടങ്ങിയാലും മതി. ആവശ്യമാണ്. ഒരു 12,000 രൂപ ഒരു ദിവസം ഉണ്ടാക്കുന്നതിന് ഒരു പാടുമില്ല ആളുകൾക്ക്. അപ്പോൾ ഇത് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. കാരണം ഫ്രൈ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഓയിലിൻ്റെ മുകളിൽ പൊങ്ങി വരും, അല്ലെങ്കിൽ അത് താഴ്ന്നു കിടക്കും. ഉണ്ടോ. അപ്പോൾ ഇതെല്ലാം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത് ഫ്രൈ ആയി കണ്ടോ, നല്ല ഗോൾഡൻ കളറിലായി. ഡീപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ എണ്ണയൊന്ന് വാർന്നു പോകാൻ നോക്കണം. ഒരു ഏതാനും സെക്കൻഡുകൾ നമുക്ക് നോക്കാം. അത് കഴിയുമ്പോഴേക്കും സംഗതി നമുക്ക് കഴിക്കാൻ റെഡിയാണ്. ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ വെള്ള കളറായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അധികം സമയം എടുത്തിട്ടില്ല കേട്ടോ. ഒരു 4 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഒരു 3 മിനിറ്റ് ഒക്കെ കഷ്ടി എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ റെഡിയായി. ഇതുപോലെ സോസ് കൂട്ടി നമുക്ക് ഭക്ഷിക്കാവുന്നേ ഉള്ളൂ. ഉണ്ടോ, സോസ് റെഡിമെയ്ഡ് ഉണ്ട്. അപ്പോൾ അതിന് തന്നെ 2 രൂപയേ ഉള്ളൂ ഒരു പാക്കറ്റിന്. അപ്പോൾ ഇതുപോലെ നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഇത് 4 പീസ് ഞാൻ സാമ്പിളിന് വേണ്ടി നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 1/4 കിലോ എന്ന് പറയുമ്പോൾ ഒരു 13 പീസ് വരും. അത് വരുമ്പോഴത്തേക്ക് 165 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. നന്നായിട്ട് എനിക്ക് ആളുകൾ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.